ഓരോ പ്രതിസന്ധിക്കും നടുവിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ ബൈബിളിൽ സഹിക്കാവുന്നതിലപ്പുറമുള്ള കഷ്ടപ്പാടുകൾ തരണം ചെയ്ത് വലിയ ഉയരത്തിലെത്തിയ ജോസഫിൻ്റെ കഥ നോക്കൂ. സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട് കുഴിയിലേക്ക് തള്ളപ്പെടുകയായിരുന്നു അവൻ. പിന്നീട് അറിയാത്ത ഒരു നാട്ടിൽ അടിമയായി വിൽക്കപ്പെട്ടു. നന്മ മാത്രം ചെയ്തിട്ടും തെറ്റായ ആരോപണങ്ങൾ ചുമത്തപ്പെട്ട് വർഷങ്ങളോളം ജയിലിൽ അടയ്ക്കപ്പെട്ടു. മനുഷ്യ സഹജമായി ചിന്തിച്ചാൽ അവിടെയെല്ലാം അവൻ്റെ പ്രതീക്ഷകൾ അറ്റുപോകേണ്ടതായിരുന്നു. എന്നാൽ ആ ഇരുണ്ട ജയിലറയ്ക്കുള്ളിലും ജോസഫ് ദൈവത്തിലുള്ള വിശ്വാസം കൈവിട്ടില്ല. ദൈവം തന്നെ ഉപേക്ഷിക്കില്ലെന്ന ഉറച്ച ബോധ്യം അവനുണ്ടായിരുന്നു. ഒടുവിൽ അവൻ സഹിച്ച ഓരോ കഷ്ടപ്പാടുകൾക്കും ദൈവം നൽകിയ പ്രതിഫലം ചെറുതായിരുന്നില്ല. ഈജിപ്തിൻ്റെ ഭരണാധികാരി എന്ന പദവിയിലേക്കാണ് ദൈവം അവനെ ഉയർത്തിയത്. അത്രമാത്രം തളർത്താൻ നോക്കിയ ഒരു തുള്ളി വെള്ളത്തിനായി കരഞ്ഞപ്പോൾ കുഴിയിലേക്ക് തള്ളിയിട്ട അതേ സഹോദരങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഭക്ഷണത്തിനായി ജോസഫിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടി വന്നു. മനുഷ്യർ തള്ളിക്കളഞ്ഞിടത്തും അസാധ്യമെന്ന് കരുതിയ സാഹചര്യങ്ങളിലും ദൈവികമായ ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതയാത്രയിലും തടസ്സങ്ങളും അവഗണനകളും കണ്ണീര് നിറഞ്ഞ നിമിഷങ്ങളുണ്ടാകാം. എന്നാൽ ഓർക്കുക, ദൈവം നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളെ താഴെയിടാൻ നോക്കുന്നവരുടെ മുന്നിൽ അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ കണ്ട് തളരാതിരിക്കുക. സർവശക്തനായ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അവിടുന്ന് നിങ്ങളെയും ഒരു വലിയ ഉയരത്തിലേക്ക് നയിക്കും. ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക.